കൈ വിട്ട് ഓടിച്ച വണ്ടി ഞാൻ കൈ വിട്ട് ഓടിക്കുന്നേ. ഇതെങ്ങോട്ടാ വണ്ടി പോകുന്നേ ഇപ്പൊ? ഇപ്പോഴോ കുഴിവഴി കൂടെ. അതുകൊണ്ടല്ലേ മറ്റേ ഇങ്ങനെ ഞാൻ വരച്ചത്. കുഴി കൂടെ ഇത് എങ്ങോട്ട് പോകുന്ന ബസ്സാ? ഇൻഫന്റ് ജീസസിന്റെ ബസ്സാണല്ലേ? സ്കൂൾ ബസ്സിലെ യാത്രക്കാരാണോ? സ്കൂൾ ബസ്സിലെ യാത്രക്കാരാ അല്ലയോ? സൈഡ് സീറ്റ് ഇരിക്കുന്ന ആളാ അല്ലയോ? സൈഡ് സീറ്റിലാണ്. എന്റെ പേര് ടോണി, ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക. ടോണി ക്യാപ്റ്റൻ അമേരിക്കന്ന് വരുന്ന ആളല്ലേ? അല്ല, ഞാനില്ലേ അയൽമാനാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. അയൽമാൻ അത് സ്യൂട്ടിൻ്റെ അകത്തില്ലേ ഒരു മനുഷ്യനാ വർക്കൗട്ട് ചെയ്യുന്നത്. ആ വർക്കൗട്ട് ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. ഗംഗയില്ലേ മിതു ഒറിജിനൽ പേര് ഐശ്വരി. ഒറിജിനൽ പേര് ഗംഗയുടെ മിതു. അത് ഒരു സ്യൂട്ടാ. ഗംഗ ഇപ്പൊ മനുഷ്യന്റെ അതിനകത്തൊരു മനുഷ്യന്റെ രൂപത്തിലായിരിക്കുന്നത്. എന്റെ സ്യൂട്ടുണ്ട്, ഗംഗയുടെ സ്യൂട്ടുണ്ട്. ഈ ബസ്സിനെ കുറിച്ചുള്ള പ്രത്യേകത എന്തോ? ഈ ബസ്സിനെ പറ്റി രണ്ടു വാക്ക് സംസാരിച്ചേ. ബസ്സിനെ പറ്റി പ്രത്യേകത ഞാൻ സംസാരിക്കാം. ഈ ബസ്സിനെ പറ്റി നല്ല ബസ്സാ. ഈ ഡ്രൈവർ നന്നായിട്ട് ഓടിക്കും. ഇത് വളരെ ടെക്നോളജി ഉള്ള ബസ്സാണ്. ഇതാണ് ഗിയർ, ഇത് സ്പീക്കർ, മെക്കാനിക്കൽ സെക്ഷൻ ആ ഭാഗമൊക്കെ അല്ലേ? ഇത് ഡാഷ്ബോർഡ് ആണോ? ഇത് ഡാഷ്ബോർഡ് അല്ലേ? ആ ശരി. പവർ സ്റ്റിയറിംഗ് ആണ്. ഓ ബാഡ്മിന്റന്റെ അല്ലേ? സ്പീഡോമീറ്ററിന്റെ അതിന്റെ സ്പീഡ് എത്രയാന്ന് വെച്ചാ 300 ആണോ സ്പീഡ്? ഡീസൽ ടാങ്കിന്റെ ഇതിന്റെ എൻജിൻ 1.6 ഡീസൽ പോയിന്റ് 1.6 ആണ് ഈ ബസ് അല്ലേ? 1.6 ആണ്. സാറ് എത്ര നാളായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്? 30 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഓ ശരി ശരി. 11 വർഷമായിട്ട് ഈ ബസ് ഓടിക്കുന്നുണ്ടല്ലേ? ആ ശരി. ഇത്രയും നാൾ ഓടിച്ചതിൽ ഏത് ബസ്സാണ് സാറിന് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത്? ഈ ബസ്സാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, വളരെ സന്തോഷമുണ്ട്. ഈ ബസ് താങ്കള് എങ്ങനെയാണ് ഇത്ര ഇഷ്ടപ്പെട്ടത്? നല്ല രസമാണ് ഈ ബസ് ഓടിക്കാൻ ഇല്ലേ? അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. ആ കുഞ്ഞെടുത്ത് ഇനി 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 മേഡം പറഞ്ഞിട്ട് മേഡം ഇനി വന്നിട്ട് ഇതെന്ന് പറഞ്ഞു. ഓ ശരി. ഇത് വെച്ചാ ഇത് മെക്കാനിക്കലാ. ഫുഡൊക്കെ വെച്ച് കഴിക്കുന്നത്. ഇതിനകത്തുള്ള ഫുഡ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരും. ഓ ശരി. ഇവിടം വരെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ ഭാഗം എന്തുവാ? നിന്റെ അടുക്കളയാണോ? ഇത് ഇവിടെ തോന്നുന്നു എല്ലാം കാണും. ഇവിടെ ഓ കുട്ടികൾക്ക് കളിക്കാനും ഉറങ്ങാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ടല്ലേ? തറ പാവിരിച്ച് വേണം കിടക്കാൻ. പുതിയ ഫെസിലിറ്റിയാ. സാറ് പറ, സാറെന്താ പറയാ? മെക്കാനിക്കൽ പോളിഷ്ടാണ് ഇത്.
ഇങ്ങോട്ട് വന്നേ. ഈ ബസ് താങ്കള് ഇരിക്കുന്നിടം വരെയുള്ളൂ. അങ്ങോട്ടുള്ളതില്ലേ ഇവരുടെ വീടിന്റെ അടുക്കള അവർ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അനധികൃതമായി കയ്യേറി ബസ്സല്ലേ? പറഞ്ഞോ സാർ പറഞ്ഞോ. ഇത് മെക്കാനിക്കൽ ഇത് മെക്കാനിക്കൽ പോലീസ് ആണ്. ഇതിനകത്തുള്ള ഫുഡ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ടേബിൾ പോലെ ഇങ്ങനെ 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 വരും. ഇവിടെ വരും. ഇവിടെ ഇത് കുട്ടികൾക്ക് കഴിക്കാനും പറ്റും. കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിലോട്ട് ഇവിടെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇത് കുട്ടികളുടെ ഷൂ വെച്ചിട്ട് ഉറങ്ങാനുള്ള സ്പേസ്. കുട്ടികളുടെ കുട്ടികളുടെ ഷൂ. ഇതിനകത്ത് വാഴക്കൊലയൊക്കെ ഇരിക്കുന്നല്ലോ, വാഴക്കൊലയൊക്കെ. ഓ ഇത് കുട്ടികൾക്ക് വിശക്കുമ്പം വെച്ചേക്കുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയുള്ളത്. ഇവിടെ വേസ്റ്റ് ബിന്നും എല്ലാം ഉണ്ടല്ലേ? തൂക്കാൻ പറ്റും. ഓ അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഇതിനകത്തുണ്ട് അല്ലേ? ലക്ഷറി വണ്ടിയല്ലേ? ലക്ഷറി ബസ്സാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് തൊട്ട് വീണിട്ട് വേണം ഇത് കേറാന്. ഓ അങ്ങനെ വേണം, തേങ്ങ ഉടച്ച് വേണം കേറാൻ. കേറുന്ന ആള് ഇതാണ് ഗിയർ അല്ലേ? ഗിയർ. ഓ ഇത് എത്ര ഗിയറാ ബസ്സിന്? അയ്യോ അത്രയും ഗിയർ ഉണ്ട്. ഇത് എപ്പോ ഇടാനാ ഇതൊക്കെ? ഓരോ സമയത്ത് ഓരോ ഗിയറ കിട്ടേക്ക്, ചുമ്മാ തോന്നുമ്പോ കിട്ടേക്ക്. പിന്നെ സമയമുണ്ട്. ഓ അങ്ങനെ സമയത്ത് ഇടാവും. ക്ലച്ചൊക്കെ ചവിട്ടി വേണം ഗിയർ ഇടാന്. മെക്കാനിക്. ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെയാണല്ലേ? അല്ല ഈ വണ്ടി എവിടെയെങ്കിലും കേടാവാണെങ്കിലേ പുറത്തിറങ്ങി വരിച്ചു കിടക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇതില്. ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ അത്രയും വലിയ ഫെസിലിറ്റി ഉള്ള സാധനമാണ് ഈ ബസ്. അല്ല മക്കളില്ലേ 3 ഫ്ലോർ ഉണ്ട് ഇതിന്. അതിനകത്ത് എന്താ ഇതൊക്കെ ഇരിക്കുന്നുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ തന്നെ അവിടെ ഇരിക്കുന്നത്. അല്ല ഇവിടെ വരെ ഉള്ളൂ. അത് അവിടെ വരെ ഉള്ളൂ സ്വിമ്മിംഗ് പൂളൊക്കെ. അത് വല്ലവരുടെയും കടയാണല്ലേ, സ്വിമ്മിംഗ് പൂൾ അല്ല. ഓക്കെ ഓക്കെ. വെള്ളമൊന്നും ഇല്ല ഇപ്പൊ. അത് സാർ പറ. തോർത്ത്. മോൻ പറ. മേഡത്തിന് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റി? എനിക്കൊന്നും പറയാനില്ല ബസ്സിനെ പറ്റി. ഈ ബസ്സിനെ പറ്റി എനിക്ക് 2 വാക്ക് സംസാരിക്കാം. 2 വാക്ക് പറ. 3 വാക്കുണ്ട്. മേഡം പറ, 3 വാക്ക് പറ. 3 വാക്ക് പറ. ഇത് ഫുൾ സ്പേസ് ആണ്. ഇത് ഭയങ്കര സ്പെഷ്യാലിറ്റി ബസ്സാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്ന് വെച്ചാലില്ലേ ഇത്രയും ലക്ഷറി ഇല്ലേ പാസഞ്ചേഴ്സിന് മാത്രമേ ഉള്ളൂ. മര്യാദക്ക് ഇരിക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറിന് മാത്രമില്ല. ബസിന്റെ ഒക്കെ ഫെസിലിറ്റി ഗിയറൊക്കെ പഴയ ഫെസിലിറ്റിയിലുള്ളതാണോ? അല്ല പുതിയ ഫെസിലിറ്റി ഉള്ള ഗിയറൊക്കെ ആണല്ലേ? സീറ്റ് മാത്രം. ഈ ഡ്രൈവറാണ് ഞങ്ങളെ ഏറ്റവും വലിയ സാധനം. ഡ്രൈവറാണല്ലേ? ഡ്രൈവർ ഇത്രയും വലിയ ബസ് എങ്ങനെ ഓടിച്ചോണ്ട് പോകും? അത്ഭുതമായിരിക്കുന്നു അല്ലേ? ഓട്ടോയിലൊക്കെ ഇട്ടാണ് ഓടിക്കുന്നത് അല്ലേ? ശരി. സാർ അത്ര വലിയ ഡ്രൈവറാ, ചെറിയ ഡ്രൈവറല്ല. മുന്തിയാനോ അല്ലേ? മുന്തിയാനോ അല്ലേ? ഈ സ്റ്റിയറിംഗിനെ പറ്റി എന്താ സാധനം പറയാനുള്ളത്? സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ്. സാറ് പറയട്ടെ ഓടിക്കുന്ന പേര് സാറ് ഈ സ്റ്റിയറിംഗിന്റെ കാര്യം മറന്നു പോയില്ലേ? അല്ല സ്റ്റിയറിംഗ് അല്ല, ഇതില് എന്ന് വെച്ചാ ഇതിന്റെ ഹോൺ എന്ന് പറയുന്നത് പഠിച്ചു. അങ്ങനെയാണ് അടിക്കുന്നില്ലേ? അല്ല ഇങ്ങനൊക്കെ വേണമെങ്കിൽ ക്രിങ്, ഇങ്ങനെ നെക്കി പിടിക്കണമെങ്കിൽ അങ്ങനെ കേൾക്കും. വലിയ ഹോണാണല്ലോ അത് വലിയ ഹോണാണല്ലോ. അത് രസകരമായൊരു ഹോണാണല്ലോ. വെറൈറ്റി ഹോണായി പോയല്ലോ അത്. വേറെ ഹോണും ഉണ്ട്. അതൊന്ന് മാക്രി കരയുന്നു.
അങ്ങനെ അടിക്കുന്ന ഫോണുണ്ടല്ലേ? ആ എയർ ഫോൺ ആയിരിക്കും അല്ലേ? ആ അല്ല ഇത് ഈ ഫോൺ എന്ന് പറയുന്നില്ലേ ഈ മഞ്ഞ പ്രദേശത്തൂടെ അന്റാർട്ടിക്കയിലൊക്കെ പോകും. ഓ, മഞ്ഞ പ്രദേശത്ത് അന്റാർട്ടിക്കയിൽ ഓടിക്കുന്ന സാധനം. ഈ ബസ്സില്ലേ ബോട്ടായിട്ടും പോകും. ഓ, ബോട്ടായിട്ട് ഓടിക്കാൻ പറ്റും. ഇത് അല്ലേ മൾട്ടിപർപ്പസ് വണ്ടി അല്ലേ? ഫ്ലൈറ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റും. ഫ്ലൈറ്റ് ആയിട്ട് മാത്രം പറ്റത്തില്ലല്ലേ? നമുക്ക് ബാക്കിലോട്ട് വരാം. ബാക്കി വെട്ടമില്ല, ഇവിടുന്ന് വന്നാൽ മതി. ഇത് ഈ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി സീറ്റാ. ഇതിന്റെ താന്ന് പോകുന്ന സീറ്റാ. ഇതിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫുൾ തടിയാണ്. തടിയുടെ ഇങ്ങനെ കണ്ട കുഷിങ് വെച്ചേക്കുക. ഇവിടെ ചെറുതായിട്ട് ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പിള്ളേരാണ് ഇങ്ങനെ ചാടി കളിക്കുക. ഓ, സീറ്റിൽ നിന്ന് അങ്ങനെ ചാടി കളിക്കാനൊക്കെ പറ്റില്ലേ? മറന്നൊന്നും വീഴത്തില്ല. ഇല്ല, ഇത് വീഴുവാണെങ്കിൽ അങ്ങനെ പ്രത്യേകതയുണ്ടല്ലേ? അങ്ങനെ ചാടാൻ പറ്റില്ല. സ്വിച്ച് ഉണ്ട്. ഇത് സ്വിച്ച് നോക്കുമ്പോ ഇതിന്റെ ചുറ്റും ഒരു സ്പോഞ്ച് വരും. സാറ് പറയട്ടെ, സാറിനെ നിരുത്സാഹപ്പെടുത്താതെ. ബസ് ലൈറ്റ് ഇട്. വെളിയിൽ പോയി ലൈറ്റ് ഒക്കെ ഇട്. അകത്ത് പോയി ലൈറ്റ് മൂകാംബിക്ക് പോവായിരുന്നില്ലേ? ഹാൻഡ് ബ്രേക്ക് ഇട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇട്ടോ സാറ്. ന്യൂട്രലാക്കണം. ന്യൂട്രലാക്കിയോ? ഹാൻഡ് ബ്രേക്ക്. സ്പോഞ്ച് വരും. അപ്പൊ നമ്മൾ ചാടുമ്പോ തലയിരിക്കും. തലയിലൊന്നും ഇല്ല. മനസ്സിലായി. എന്തോ മേഡം പറയുന്നത്. സ്ലീപ്പിങ്ങും പറ്റും. അതല്ലേ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് സാറ് പറ. സാറിനെന്ത് പറയാം? 1 മിനിറ്റ് വരുന്നത്. ഇതിന്റെ അകത്തൊന്ന് പ്രത്യേകത വെച്ചാൽ നമുക്കല്ലേ ഹോസ്റ്റലിൽ കട്ടൻ കാപ്പി കുടിക്കാം. അങ്ങനെ ഫെസിലിറ്റി കോമ്പിനേഷൻ ആയിട്ട് അത്